സെലറ്റിസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് കൂനുള്ള ഒരു സ്ത്രീയെ ഈശോ സാബത്ത് ദിവസം സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. 18 വർഷത്തോളമായിട്ട് കൂന് ബാധിച്ച അല്ലെങ്കിൽ കൂനുള്ള ഒരു സ്ത്രീ സാബത്ത് ദിവസം ഈശോയുടെ വചനങ്ങൾ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് ഈശോയെ സമീപിക്കുന്ന സമയത്ത് ഈശോ പറയുകയാണ്, സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നും നീ വിമുക്തയായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഈശോ അവരുടെ മേൽ സ്പർശിച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് കാണുമ്പോൾ സിനഗോഗ് അധികാരി വന്നിട്ട് പറയുകയാണ്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്, അതിൽ 6 ദിവസവും വന്ന് നിങ്ങൾ സൗഖ്യം സ്വീകരിച്ചുകൊള്ളുക, ഈ സാബത്ത് ദിവസം മാത്രം നിങ്ങൾ രോഗസൗഖ്യം സ്വീകരിക്കരുത് എന്ന് പറയുകയാണ്. ഈ സിനഗോഗ് അധികാരിയുടെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഡയലോഗ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഇദ്ദേഹത്തിന് സാബത്തിനോടുള്ള വലിയൊരു അദമ്യമായിട്ടുള്ള ഒരു സ്നേഹം കാരണമൊന്നല്ല ഇത് പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനം പാലിക്കാനുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടൊന്നല്ല ഇത് പറയുന്നത്, മറിച്ച് ഈശോയോടുള്ള വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഈശോയോടുള്ള പ്യൂർ ആയിട്ടുള്ള ഒരു അസൂയ മാത്രമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഈ അസൂയ എന്ന് പറയുന്ന ഒരു പാപം ഉണ്ടെങ്കിൽ അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം സാബത്ത് ദിവസം ഒഴിച്ച് ബാക്കി ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾ രോഗസൗഖ്യം സ്വീകരിച്ചുകൊള്ളാൻ പറയുമ്പോൾ ഈശോ കൃത്യമായിട്ടുള്ള മറുപടി അതിന് കൊടുക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ കാളയോ കഴുതയോ ആ സാബത്ത് ദിവസം കിണറ്റിൽ വീണാൽ നിങ്ങൾ അതിനെ രക്ഷിക്കില്ല, ആ ദിവസം അതിന് തീറ്റ കൊടുക്കുന്നില്ല, അപ്പൊ അതൊക്കെ സാബത്തിന്റെ ലംഘനമാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ സാബത്തിനേക്കാളും അപ്പുറത്താണ്, അല്ലെങ്കിൽ വലിയ നിയമങ്ങളെക്കാളും അപ്പുറത്താണ് മനുഷ്യരോടുള്ള സ്നേഹം എന്ന് ഈശോ സ്ഥാപിക്കുകയാണ്. ഇത് തന്നെ ഈശോ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കൽപ്പന ഏതാണെന്ന് ഈശോ പറയുന്നുണ്ട്, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് രണ്ടാമത്തത് എന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുശീലഭാവമായി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, അസൂയ എന്നുള്ളൊരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, നിയമത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന അതേ തീക്ഷ്ണതയിൽ തന്നെ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്